നമസ്കാരം. പക്ഷം മറുപക്ഷം പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രനാണ്. ശ്രീ കാനം രാജേന്ദ്രൻ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, CPI 24-ാം പാർട്ടി കോൺഗ്രസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്നു. 2015 അങ്ങ് CPI സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഏകദേശം 7 വർഷത്തോളം പിന്നിടുന്നു. ഈ കഴിഞ്ഞ 7 വർഷങ്ങളിൽ പാർട്ടിയിൽ അങ്ങേക്ക് കൊണ്ടുവരാൻ സാധിച്ച മാറ്റങ്ങൾ, പാർട്ടിയിൽ സംഭവിച്ച ആ ഒരു ഉണർവ്, അതങ്ങേന്ന് വിലയിരുത്താമോ? ഞങ്ങൾ ഈ കഴിഞ്ഞ കോട്ടയം സമ്മേളനത്തിന് ശേഷം കേരളത്തിലെ പാർട്ടിയുടെ സാന്നിധ്യം സംസ്ഥാനത്തൊട്ടാകെ വർദ്ധിച്ചു. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രഹരശേഷിയും വർദ്ധിച്ചു. കൂടുതൽ മേഖലകളിലേക്ക് പാർട്ടി ബഹുജന സംഘടനകൾ കടന്നു ചെല്ലുകയും അത് ശക്തമാവുകയും ചെയ്തു. എന്നാലും നമ്മുടെയൊക്കെ ആഗ്രഹത്തിനനുസരിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നിട്ടില്ല എങ്കിലും ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയമായി നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു പാർട്ടിയായി CPI മാറിയിട്ടുണ്ട്. സാർ, അങ്ങ് സൂചിപ്പിച്ചതുപോലെ CPI മന്ത്രിമാരെ കുറിച്ച് നമ്മൾ ഒരു അവലോകനം നടത്തുകയാണെങ്കിൽ അവർ പൊതുവെ അവർക്കൊരു അഴിമതിരഹിത ഒരു പ്രതിച്ഛായയുണ്ട്. അവർ പൊതുവെ സൗമ്യരാണ്. അവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊന്നും തന്നെ ഉയരാറില്ല. അതോടൊപ്പം പല ഇടതുപക്ഷ മന്ത്രിസഭയിലേക്കും നല്ല പ്രഗത്ഭരായ മന്ത്രിമാരെ സംഭാവന ചെയ്യാൻ CPIക്ക് സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിൽ CPI മന്ത്രിമാർ മറ്റ് പാർട്ടികളുടെ മന്ത്രിമാരിൽ നിന്ന്, പ്രത്യേകിച്ച് CPM മന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്? ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സംസ്കാരം അത് ഇതിലെ പ്രധാന ഘടകമാണ്. അഴിമതി ആരോപണം CPI മന്ത്രിമാർക്കെതിരെ 67-ലെ മന്ത്രിസഭയിൽ ഉന്നയിക്കപ്പെട്ടു. MN ഗോവിന്ദനാർക്കെതിരെയും TV തോമസിനെതിരെയും ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ച സന്ദർഭം തന്നെ മന്ത്രിസ്ഥാനം രാജിവെച്ച പാർട്ടിയാണ് CPI. ആ അന്വേഷണം പൂർത്തിയാക്കി അവർ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തിയതിന് ശേഷം അവർ വീണ്ടും മന്ത്രിസഭയിലേക്ക് വന്നു. അപ്പോൾ പകരം ആ ചുമതല ഏറ്റിരുന്ന മന്ത്രിമാർ രാജിവെച്ചു. ഇതൊക്കെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന പാർട്ടിയാണ് CPI. ഞങ്ങളാണ് ആദ്യം 2 ടേം നിയമസഭയിലേക്ക് മത്സരിച്ചാൽ മതി എന്ന ഒരു നിർദ്ദേശം വെച്ചത്. വളരെ മാതൃകാപരമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു അത്. പിന്നീട് അതിന് ചില എക്സംഷൻസ് കൊടുത്തപ്പോൾ 3 ടേം മതി, ഇനിയും ഒരു എക്സംഷനും ഇല്ല എന്ന് തീരുമാനിച്ചു. മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഗവൺമെൻറ്റിലും വരുന്ന മന്ത്രിമാർ പുതിയതായി വരുന്നവർ മന്ത്രിമാരാണ്. അതും ഇപ്പോൾ 2-3 തവണ ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പ്രശ്നങ്ങളില്ലാതെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് CPI. സാർ, സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ പറയാം, സംസ്ഥാനത്തെ ഒരു ഭരണകൂടവും ഗവർണറും തമ്മിലുള്ള ഒരു പോര് നടന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ബഡ്ജറ്റ് സമ്മേളനത്തിന് തൊട്ടു മുമ്പ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഒപ്പിടാൻ ചില ഉപാധികൾ വയ്ക്കുന്നു. മുഖ്യമന്ത്രി അനുനയ ശ്രമവുമായി രാജ്ഭവനിലേക്ക് പോകുന്നു. ഇവിടെ ഒരു ഭരണഘടനാ ബാധ്യത നിറവേറ്റുവാൻ ഉപാധികൾ വെച്ച ഗവർണറാണോ, അതോ ഗവർണറെ അനുനയിപ്പിക്കാൻ രാജ്ഭവനിലേക്ക് പോയ മുഖ്യമന്ത്രിയാണോ ഇവിടെ തെറ്റ് ചെയ്തത്? ഇതിൽ രണ്ടുപേരും അവരുടെ നിലപാടുകൾ ശരിയല്ല എന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം. ഒരു ഭരണ നേതൃത്വത്തിന് എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് ഗവർണറെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. പക്ഷെ ഗവർണർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഭരണഘടന നിർവചിച്ചിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. അതിനൊരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഗവർണർക്കാണ്. ഗവർണർക്ക് പിന്നെ ആ സ്ഥാനത്തിരിക്കാൻ പറ്റില്ല. അത്തരമൊരു ഘട്ടത്തിലേക്ക് അദ്ദേഹം പോയി കളയുമോ എന്ന് സംശയിച്ച ഭരണ നേതൃത്വത്തിന് അല്പം കൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഭരണഘടനയുടെ 176-ാം വകുപ്പ് അനുസരിച്ച് ഇത് ഗവർണറുടെ ഉത്തരവാദിത്വമാണ്. നിയമസഭ നമ്മുടെ ക്യാബിനറ്റ് പാസ്സാക്കിയ ഒരു നയപ്രഖ്യാപനം
അത് തിരുത്താൻ ഗവർണർക്ക് അധികാരമില്ല, അത് വായിക്കുക മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് വളരെ വ്യക്തമായി ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല നിരവധി സുപ്രീം കോടതി വിധികൾ അത് സംബന്ധിച്ചുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഗവർണർ മറ്റൊരു വഴിയും സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് കണ്ടുകൊണ്ട് അതിനെ ശക്തമായി നേരിടുകയായിരുന്നു LDF ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ തിടുക്കത്തിൽ ഗവർണറെ ചെന്ന് മുഖ്യമന്ത്രി കണ്ടതിലൂടെ ഗവർണറെ ഒരു രാഷ്ട്രീയപരമായ ഒരു നിയമപരമായും നേരിടാനുള്ള ഒരു സാഹചര്യമല്ലേ അവിടെ നഷ്ടപ്പെടുത്തിയത്? അത് തന്നെ. ഈ ഗവർണർക്ക് ഒരു അധികാരമില്ല നിയമസഭയുടെ പ്രവർത്തനങ്ങളിലോ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഹെഡ് ഗവർണറാണ്. രാഷ്ട്രപതിക്കും ഗവർണറും ബ്രിട്ടീഷ് ജനാധിപത്യത്തിലെ രാജാവിൻ്റെ സ്ഥാനമാണ് എന്ന് പറയാറുണ്ട്. അവിടെ രാജാവിൻ്റെ കുടുംബകാര്യം തന്നെ തീരുമാനിക്കുന്നത് ക്യാബിനറ്റാണ്. എഡ്വേർഡ് രാജകുമാരൻ ഒരു അമേരിക്കക്കാരിയെ സ്നേഹിച്ചപ്പോൾ വിവാഹം കഴിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് അനുവദിച്ചില്ല. അവസാനം അദ്ദേഹത്തിന് സ്ഥാനം ഒഴിഞ്ഞിട്ട് ആ അമേരിക്കൻ യുവതിയെ അദ്ദേഹം കല്യാണം കഴിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് ജനാധിപത്യത്തിൽ രാജാവിന് നൽകുന്ന സ്ഥാനമേ ഉള്ളൂ ഇവിടെ ഗവർണർക്കും രാഷ്ട്രപതിക്കും ഒക്കെ. പക്ഷേ അവർ ഈ ഭരണ സംവിധാനത്തിൻ്റെ ഹെഡാണ്. അവർക്ക് സ്വമേധയാ ഒരു കാര്യവും തീരുമാനിക്കാനുള്ള അധികാരമില്ല. അവർ ക്യാബിനറ്റിൻ്റെ അഡ്വൈസിന് വിധേയമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നവർക്ക് ഗവർണർ എന്തെങ്കിലും പേപ്പിടി കാണിച്ചാൽ അതിന് വഴങ്ങേണ്ട കാര്യമില്ല എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം ഇല്ല. സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് ആ നാളുകളിൽ LDF കടന്നുപോയത്. പക്ഷേ LDFിലെ രണ്ടാമത്തെ കക്ഷിയാണ് CPM. ഇത്തരം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ CPIയുമായി ഒരു ആലോചിക്കുക എന്നുള്ള ഒരു മുന്നണി മര്യാദ അല്ലെങ്കിൽ രാഷ്ട്രീയ മര്യാദ CPM കാണിച്ചില്ല എന്നൊരു പരിഭവം CPIക്കുണ്ട്. ഇല്ല, അങ്ങനെ ഞങ്ങൾക്കൊരു ആക്ഷേപമില്ല. ഭരണ നേതൃത്വം രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് കൺസൾട്ട് ചെയ്ത്, രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് LDF ആണ്. അതിൽ CPI ഉണ്ട്, CPM ഉണ്ട്, മറ്റ് ഘടകകക്ഷികളുണ്ട്. അവരോട് ആരോടും കൺസൾട്ട് ചെയ്തിട്ടില്ല. അല്ല ഈ തീരുമാനം എടുത്തത്. അത് ഭരണ നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. അതിൻ്റെ വരുംവരായികൾ അനുഭവിക്കേണ്ടത് അവർ തന്നെയാണ്. നേരത്തെ അങ്ങ് ഒരു അഭിമുഖത്തിൽ ഈ ഗവർണർ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങ് പങ്കുവച്ചൊരു ആശങ്കയോട് പ്രതികരണമായി കോടിയേരി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി, രാഷ്ട്രീയ നേതൃത്വത്തോട് ചോദിച്ചിട്ടല്ല ഇത്തരം ഒരു കൂടിയാലോചനകൾ നടത്തേണ്ടതെന്ന്. എങ്കിൽ പോലും ഇത്തരം ഒരു അവസരത്തിൽ CPIയോട് ഒരു കൂടിയാലോചന ചോദിക്കേണ്ട ഒരു മര്യാദ CPM കാണിക്കേണ്ടതായിരുന്നു. അദ്ദേഹം ആ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ സഖാവ് കോടിയേരിയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കാത്ത ആളാണ്. അത് ഞാൻ പരസ്യമായിട്ട് പറയുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളിലും പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഒരു മുന്നണി സർക്കാർ അതിലെ കക്ഷികൾ കൂടി ആലോചിച്ചാൽ സ്വാഭാവികമായും മറ്റൊരു വഴി കാണും എല്ലാ കാര്യങ്ങൾക്കും. അതാണ് രാഷ്ട്രീയത്തിൻ്റെയും പൊതുജീവിതത്തിൻ്റെയും പ്രധാന തത്വം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ധാരണയുണ്ട്, അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥ പ്രമുഖരുടെ നിലപാടാണ് ശരി എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത് അത് അത്ര ജനാധിപത്യത്തിൽ ശരിയായ കാര്യമല്ല. സാർ, മറ്റൊരു കാര്യം, നേരത്തെ ഗവർണർ സൂചിപ്പിച്ച ചില വസ്തുതകൾ നാം പരിശോധിക്കേണ്ടതല്ലേ, പ്രത്യേകിച്ച് ഈ മിനിസ്റ്റേഴ്സിൻ്റെ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. മിനിസ്റ്ററിൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാഫിൽ ഒരാൾ ഒരു 2 വർഷം ജോലി ചെയ്യുന്നു, പിന്നീട് ആ വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടുന്നു. ജനങ്ങളുടെ ഒരു നികുതി പണം ഉപയോഗിച്ചാണ് ഈ ഒരു പെൻഷനിലേക്ക് ആ ഒരു പണം എത്തുന്നത്. ആ വ്യക്തി തുടർന്ന് മിക്കവാറും പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകനാകുന്നു. ഗവർണറുടെ ഒരു ഭാഷയിൽ ഈ ഒരു പെൻഷൻ, ഈ ഒരു പദ്ധതി പാർട്ടി കേഡർ വളർത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ശരിയാണ്? അതൊരു ഒരു തരത്തിൽ പറഞ്ഞ ഒരു ധൂർത്ത് തന്നെയല്ലേ? അത് അദ്ദേഹത്തിന് ആരോ തെറ്റായി ധരിപ്പിച്ചത് കൊണ്ട് പറഞ്ഞ. കേരളത്തിൽ അങ്ങനെ അദ്ദേഹം പറയുന്നത് പോലെ 2 വർഷം ഇരുന്നിട്ട് അല്ലെ 2.5 വർഷം ഇരുന്നേച്ച് പുറത്തു പോയി പുതിയ ആൾ വരുന്ന ഒരു സമ്പ്രദായമൊന്നുമില്ല. എന്തെങ്കിലും കുഴപ്പം ആഫീസിൽ കാണിച്ചിട്ടുണ്ട്, 2 വർഷം ആകുകയല്ലോ, 1 വർഷത്തിന് മുമ്പ് തന്നെ ആൾ പുറത്തു പോകും.
ഇത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിയമസഭ അറിഞ്ഞ് ഗവൺമെൻറ് അറിഞ്ഞ് എല്ലാം പുറപ്പെടുവിച്ചിട്ടുള്ള ചില ഉത്തരവുകളുടെ റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതാണ്. ഇത് നിങ്ങൾ പറയുന്നത് പോലെ 50,000 80,000 രൂപയൊന്നുമല്ല, 3,000 4,000 രൂപയാണ് ഈ പാവങ്ങൾക്ക് കൊടുക്കുന്നത്. ഒരു മന്ത്രിയുടെ സ്റ്റാഫിൽ 30 ആളുകൾ നിയമിക്കാം. അതിൽ 17 പേര് സർക്കാർ സർവീസിൽ നിന്ന് ഗസറ്റഡ് റാങ്കിലുള്ള ആളുകളൊക്കെ അതിനകത്തുണ്ടാകും. പിന്നെ ഡ്രൈവർ, കുക്ക്, ഓഫീസ് അസിസ്റ്റൻ്റ്, പിന്നെ 2 3 ഗസറ്റഡ് പോസ്റ്റ്. ഇതാണ് പുറത്തേക്ക് കൊടുക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ഈ 25 എന്നുള്ളത് 27 ആകും. 30 അനുവദിച്ചത് 27 സാധാരണ LDF. ഇപ്രാവശ്യം LDF പറഞ്ഞ് 27 പേര് മതി. അതിൽ 10 പേര് ഈ ഓഫീസ് അസിസ്റ്റൻ്റുമാരാണ്. അവർക്ക് പെൻഷൻ കൊടുത്താലും ശമ്പളം കൊടുത്താലും എത്ര വരും? എന്നാൽ ഈ രാജ്ഭവൻ ചെലവാക്കുന്ന പണത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? എത്ര പണമാണ് അവർ ചെലവാക്കുന്നത്? ഒരു പ്രത്യേകിച്ച് യാതൊരു ഫംഗ്ഷനും ഇല്ലാത്ത ഒരു ഗവർണർ എന്തിനാണ് ഇത്തരം വലിയ ആർഭാടം ഒക്കെ? അതുകൊണ്ടാണ് ഞങ്ങൾ CPIയും CPMും ഒക്കെ ഈ പദവി ആവശ്യമില്ലാത്ത ഒരു ആർഭാടമാണ് എന്ന് സർക്കാരിയ കമ്മീഷൻ്റെ മുമ്പാകെ മൊഴി കൊടുത്തത്. മറ്റൊരു കാര്യം സർ, ഈ ലോകായുക്ത ഓർഡിനൻസ്, നമുക്കറിയാം ലോകായുക്ത ഓർഡിനൻസിൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന യാതൊരു പ്രശ്നങ്ങളുമില്ല, അല്ലെങ്കിൽ രാജ്യസുരക്ഷ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന യാതൊരു കാര്യങ്ങളുമില്ല. പിന്നെ എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ ഈ ലോകായുക്തയിൽ ഭേദഗതി വരുത്തി അത് ഗവർണറെ കൊണ്ട് ഒപ്പിടിപ്പിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? പ്രത്യേകിച്ച് CPI മന്ത്രിമാർ പോലും അതിലൊരു വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ. ആ ചോദ്യത്തിന് നമ്മൾ ഉന്നയിച്ചിട്ട് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. ഇനി അത് നിയമമാകുമ്പോൾ ഈ ഒരു ഓർഡിനൻസ് വന്നാൽ അതിന് സാധാരണഗതിയിൽ 6 മാസത്തേക്കാണ് അതിൻ്റെ ലൈഫ്. നിയമസഭ കൂടിയാൽ 6 ആഴ്ചയേ ഉള്ളൂ. അതായത് ഭരണഘടന വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 42 ദിവസത്തിനുള്ളിൽ ഇത് റീപ്ലേസ് ചെയ്യുന്ന ഒരു നിയമം വരണം. ആ നിയമം നിയമസഭയിൽ വരികയാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് കിട്ടാത്ത ഉത്തരം നിയമസഭയിൽ ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് വെക്കും, എന്താണ് അർജൻസി എന്നുള്ളതിനെ സംബന്ധിച്ച്. നിയമസഭയിൽ ഒരു വിയോജിപ്പ് CPI രേഖപ്പെടുത്തും. അല്ല, നിയമസഭയിൽ രാഷ്ട്രീയമായി ആ കാര്യത്തിൽ ഞങ്ങൾ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് പുതിയ നിയമം വരട്ടെ, വരുമ്പോൾ അതിന് എന്ത് വേണം എന്നുള്ളത് ഞങ്ങളപ്പോൾ അത് 2-3 ഘട്ടങ്ങളിൽ ഇനിയും ചർച്ച ചെയ്യാനുള്ള അവസരം ഓപ്പണാണ്. അപ്പോൾ അന്നേരം ആ സമയത്ത് നമ്മൾ പറഞ്ഞാൽ മതി. ഇത്ര തിടുക്കത്തിൽ ഈ ഒരു ഓർഡിനൻസ് ഇറക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് അങ്ങ് സംശയിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങളങ്ങനെ ഇല്ല. എന്തുകൊണ്ടാണ് ദുരുദ്ദേശമൊന്നും ആരോപിച്ചില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ തിടുക്കപ്പെട്ടത് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ഉന്നയിച്ചിട്ട് ആ ചോദ്യം അന്തരീക്ഷത്തിലുണ്ട്, മറുപടി ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ പ്രത്യേകിച്ച് ഇപ്പം ലോകായുക്തയുടെ ഒരു കാര്യം നാം സംസാരിച്ചു, അതോടൊപ്പം തന്നെ ഗവർണറുടെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു മുന്നണിക്കുള്ളിൽ ഒരു കൂടിയാലോചന, ശരിയായ രീതിയിൽ ഒരു കൂടിയാലോചന നടക്കുന്നില്ല എന്നൊരു ആശങ്ക അങ്ങേക്കുണ്ടോ? അല്ല, മുന്നണിക്കുള്ളിൽ പല വിഷയങ്ങളും കൂടിയാലോചിച്ചിട്ട് തീരുമാനമെടുത്താണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. ഒരു പ്രകടനപത്രമുണ്ട്, അത് ഞങ്ങൾ കൂട്ടായി എടുത്തിട്ടുള്ളതാണ്. അതിൽ വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾ വിമർശനം ഒരിക്കലും ഉന്നയിക്കാറില്ല. എന്നാൽ ഇവിടെ ലോകായുക്തയുടെ കാര്യത്തിൽ മുന്നണി പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ലോകായുക്തയെ ശക്തിപ്പെടുത്തും എന്നാണ്. അതിന് വിരുദ്ധമായിട്ട് ഒരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കൊണ്ടാണ് ഞങ്ങളത് ഒരു വിമർശനമായി ഉന്നയിക്കുന്നത്. ലോകായുക്തയെ ശക്തിപ്പെടുത്തും, വിജിലൻസ് കമ്മീഷൻ കൊണ്ടുവരും, അതുപോലെ തന്നെ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ എതിരായിട്ട് ഗവൺമെൻറ് നീങ്ങുമ്പോൾ അത് പറയാനുള്ള ബാധ്യത ഉണ്ട്, മുന്നണിക്കകത്തും മുന്നണിക്ക് പുറത്തും. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ലോകായുക്തയുടെ ഒരു ചിറകറിയുന്ന ഒരു ഓർഡിനൻസാണിത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അഴിമതി ചെയ്യാൻ രാഷ്ട്രീയക്കാർക്ക് ലൈസൻസ് നൽകുന്ന ഓർഡിനൻസ് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലേ?
ഇതിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പറഞ്ഞു, ഇന്ത്യയിൽ ഒരിടത്തും ഇതുപോലെ ഒരു നിയമമില്ല. അതാണ് ആ നിയമത്തിൻ്റെ പ്രത്യേകത. 999 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ച് സഖാവ് നായനാർ മുഖ്യമന്ത്രിയും സഖാവ് ചന്ദ്രശേഖരൻ നായർ നിയമമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഈ നിയമം വന്നത്. അന്ന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതുപോലൊരു നിയമമില്ല. 87 ഗവൺമെൻറ്റാണ് പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമം, അത് സഖാവ് ഗൗരിയമ്മ അത് പൈലറ്റ് ചെയ്ത്. ആ നിയമത്തിൻ്റെ ചർച്ചയിലും ഭേദഗതികൾ അംഗീകരിക്കുന്നതിലും സജീവമായി പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് യഥാർത്ഥത്തിൽ ലോകായുക്ത, ഉപലോകായുക്തകളെ വെച്ച് ഈ വിഷയങ്ങൾ പരിശോധിക്കാനുള്ള ഒരു നിയമം. മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ആ നിയമം ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ അത്തരമൊരു ലോക്പാൽ നിയമം വരുന്നത് 2013 2013 ലോക്പാൽ നിയമം പാർലമെൻറ്റിൽ വരുമ്പോൾ CPIയുടെയും CPMൻ്റെ അഭിപ്രായം എന്തായിരുന്നു? ആ ചർച്ചകളിലേക്ക് നമ്മൾ പോയാൽ ലോക്പാൽ നിയമം യാഥാർത്ഥ്യമാക്കാൻ, നല്ല ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി അന്ന് എല്ലാവരും എടുത്തു കാണിച്ച മോഡൽ നിയമം കേരളത്തിലെ നിയമമായിരുന്നു. അപ്പം നമ്മുടെ അഭിപ്രായങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ അത്തരമൊരു നിയമം വന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ നിയമങ്ങളോടൊപ്പം ആ നിയമം അല്ലാത്തത്? ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഇടതുപക്ഷം ഭരണത്തിലുള്ളൂ എന്നതാണ് അതിൻ്റെ മറുപടി. ആ ഇടതുപക്ഷ നിലപാട് നമ്മൾ തന്നെ ഇല്ലാതാക്കണം. ആ പ്രശ്നത്തിന് ആൻസർ ചെയ്യാൻ ഇടതുപക്ഷ മുന്നണിയിലെ ഭരണ നേതൃത്വത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും ബാധ്യതയുണ്ട്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരിക്കലും വെള്ളം ചേർക്കില്ല എന്നൊരു ശക്തമായൊരു നിലപാടാണ് അങ്ങ് പങ്കുവച്ചത്. മറ്റൊരു കാര്യം, പലപ്പോഴും CPM എന്ന ഒരു വല്യേട്ടന് പിന്നിൽ ഒതുങ്ങി തന്നെ നിൽക്കാനാണോ CPIയുടെ ഒരു തീരുമാനം? ഞാൻ ചോദിക്കാൻ കാരണം, നമുക്കറിയാം PKV, അച്യുതമേനോൻ പോലെ നല്ല പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരെ CPI കേരളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രി പദത്തിന് CPI അർഹരല്ലേ? ഞങ്ങൾ ഒരു മുന്നണിയും അതിൻ്റെ നിലപാടും ഒക്കെ ഉണ്ടാകുന്നു. ഞങ്ങളുടെ അടിസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത്തരം മുന്നണിയിൽ പോകുന്നത്. 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായത്. അത് ഞങ്ങളുടെ പാർട്ടി രാഷ്ട്രീയമായി സ്വീകരിച്ച ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. മറ്റൊരു ഗവൺമെൻറ്റിൽ നിന്ന് പുറത്തു വന്നിട്ടാണ് ഞങ്ങൾ LDFൻ്റെ ഭാഗമായത്. അപ്പോൾ ആ രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങൾ ഇപ്പോഴും തുടരുന്നു. ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ഐക്യത്തിന് മാത്രമേ BJPയുടെ സംവിധാനത്തെ ചെറുക്കാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്നതാണ് ഞങ്ങൾ. ആ ഇടതുപക്ഷ മതേതര ജനാധിപത്യ സംവിധാനം രാജ്യത്തെമ്പാടും ശക്തിപ്പെട്ടു വരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനെ ദുർബലപ്പെടുത്തുന്ന യാതൊരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കുകയില്ല. ഞങ്ങൾക്ക് 2 പാർട്ടികൾ എന്നുള്ള നിലയിൽ CPIയും CPMും തമ്മിൽ പല തർക്കങ്ങളും ഉണ്ടാകാം. അത് ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായും ഉണ്ടാകാം. 2 പാർട്ടിയില്ലേ ഉണ്ടാകാം. പക്ഷേ CPIയും CPMും രാഷ്ട്രീയമായി ഏറ്റവും അധികം യോജിച്ച് നിൽക്കുന്ന ഒരു സമയമാണിത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അങ്ങ് ചരിത്രപരമായ കുറച്ച് വസ്തുതകൾ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. പറയാം, ഈ മഴക്കാലമായാൽ മധ്യ കേരളത്തിൻ്റെ നെഞ്ചിലൊരു തീയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം. ആ ഡാമിനെ കുറിച്ചുള്ളൊരു ചർച്ചകൾ വരുമ്പോൾ 1970 അച്യുതമേനോൻ സർക്കാർ തമിഴ്നാടുമായി ഉണ്ടാക്കിയ ഒരു പാട്ടക്കരാർ പുതുക്കിയതിനെ സംബന്ധിച്ച് ചർച്ചകൾ വരാറുണ്ട്. ആ ഗവൺമെൻറ്റിൽ കോൺഗ്രസും പങ്കാളിയായിരുന്നു, അത് നിരാകരിക്കുന്നില്ല. അതൊരു ചരിത്രപരമായ ഒരു പെശക് സംഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഓരോ കരാറുകളും അത് ആ കരാർ ഉണ്ടാക്കുന്ന സാഹചര്യമാണ് പ്രധാനം. കേരളം രൂക്ഷമായ ഭക്ഷ്യക്ഷാമത്തിലും വറുതിയിലും നിലനിന്നിരുന്ന കാലമാണ് 67 എന്ന് എല്ലാവർക്കും അറിയാം. 65 ഇവിടെ ഗവർണർ ഭരണം വന്നപ്പോൾ അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. 67 ഐക്യമുന്നണി ഗവൺമെൻറ് വന്നു.
അതിനുള്ളിൽ പിന്നെ തർക്കങ്ങളുണ്ടായി. 70-ൽ പുതിയ ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ് ഈ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടിന് ജലം കൊടുക്കുക, ഈ കേരളത്തിന് ഭക്ഷണം നൽകുക. അന്ന് സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് ഇല്ലായിരുന്നു, അതിനുശേഷമാണ് സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് വന്നത്. അങ്ങനെ ഒരു കരാർ അന്നുണ്ടാക്കി. ആ കരാർ ആ കാലത്ത് പൊതുവെ അംഗീകരിക്കപ്പെട്ട കരാറാണ്. ഇന്ന് ആ കരാറിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ജനിച്ച ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുകയില്ല, ചരിത്രത്താളുകളിൽ അത് കാണുകയില്ല. അന്ന് ജീവിച്ച ആളുകൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. പക്ഷേ മുല്ലപ്പെരിയാർ കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു കരാറ് കേരളത്തിന് പലപ്പോഴും ദോഷകരമായി സംഭവിക്കും. മുല്ലപ്പെരിയാറിന് കേന്ദ്ര ജല കമ്മീഷനും അതുപോലെ തന്നെ 2 സംസ്ഥാന ഗവൺമെൻറ്റുകളും ചേർന്ന് ഒരു പരിഹാരം കണ്ടെത്തണം. ആ പരിഹാരം കണ്ടെത്തുകയല്ലാതെ അതിന് കേരളത്തിൻ്റെതായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ജല കമ്മീഷൻ ഒരു തീരുമാനം എടുക്കണം, കേന്ദ്ര ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കണം. അവരാണ് അതിൻ്റെ അധികാരി. അതുകൊണ്ട് കേരളത്തിലെ കരാറിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. അത് ഇപ്പോൾ കേരള ഗവൺമെൻറ് വെച്ചിരിക്കുന്ന നിർദ്ദേശം എന്താ? ഒരു പുതിയ ഡാം പണിയണം എന്നാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം എടുക്കട്ടെ, അതല്ലേ അതിന് പ്രായോഗികമായി പരിഹാരമുള്ളൂ. അന്നത്തെ കരാറിന് ഇപ്പം പിച്ച് ചിന്തിയാൽ ഇപ്പം പ്രശ്നം തീരുമോ? ഇല്ലല്ലോ. അപ്പോൾ പുതിയ സാഹചര്യം വരുന്നു, പുതിയ സാഹചര്യത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കണം. സർക്കാരിൻ്റെ മറ്റൊരു സ്വപ്ന പദ്ധതിയാണ് കേരയിൽ. നമുക്കറിയാം, ഇടതുപക്ഷം എപ്പോഴും അടിസ്ഥാന വർഗത്തോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയാണ് ഇടതുപക്ഷം. എങ്കിൽ പക്ഷേ ഈ കേരയിലുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഉദാഹരണമായി പലപ്പോഴും ഈ സർവേ കല്ലുകൾ സ്ഥാപിക്കുന്ന ഇടങ്ങളിൽ വലിയ രീതിയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ജനങ്ങളെ കുറെ കൂടി ഒരു വിശ്വാസത്തിലെടുത്ത് ജനങ്ങളുടെ ഒരു പൾസ് അറിഞ്ഞിട്ട് വേണ്ടി ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക. അതാ പദ്ധതി ഇപ്പോൾ ഇവിടെ ട്രെയിൻ ഇവിടെ സ്റ്റേഷനിൽ വന്ന് കിടക്കുന്നു, കയറിയാൽ മതി എന്ന നിലയിലാണ് പലരും കാണുന്നത്. എന്നാൽ അതിൻ്റെ അലൈൻമെൻറ്റ് പോലും തീരുമാനിച്ചിട്ടില്ല. 2019 കഴിഞ്ഞ ഗവൺമെൻറ് ആരംഭിച്ചതാണ് ഈ പദ്ധതി. അതിന് മുമ്പേ തുടങ്ങി, അതിൽ പഠനങ്ങൾ തുടങ്ങി. വർഷങ്ങളോളം അത് സംബന്ധിച്ച് പഠനങ്ങൾ നടത്തി ഇതിന് ശേഷമാണ് ഈ പദ്ധതി മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രാരംഭമാണ് അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുക എന്ന കാര്യം. അത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം അതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നത്. അതിനൊക്കെ കൃത്യമായ കണക്കുകളുണ്ട്. അത് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് അതിൻ്റെ നഷ്ടപരിഹാരം നിശ്ചയിച്ച് എല്ലാവരെയും കേട്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് മാത്രമേ ഗവൺമെൻറ് ഇത് തീരുമാനിക്കുള്ളൂ. അതിൻ്റെ തുടക്കമായിട്ടുള്ള സാമൂഹ്യ ആഘാത പഠനം ഇപ്പോൾ നടക്കുന്നുണ്ട്. എത്ര കുടുംബങ്ങളെ ബാധിക്കും, എത്ര വീടുകൾ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുക. ഇതിന് തടസ്സമുണ്ടാക്കിയിട്ട് സാധാരണക്കാർക്കെതിരാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. 2013 നിയമം നമ്മൾ സമരം ചെയ്തുണ്ടാക്കിയ ഒരു നിയമമാണ്. UPA ഗവൺമെൻറ് പോകുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധിപ്പിച്ച് നടന്ന സമരത്തിൻ്റെ ഫലമാണത്. അതുകൊണ്ട് ആ നിയമം അനുസരിച്ച് ഭൂമി നഷ്ടപ്പെടുന്ന ഒരാളിന് യാതൊരു തരത്തിലുള്ള പഴയകാലത്തെ പൊന്നും വിലയ്ക്കല്ല എടുക്കുന്നത്. നിലവിലുള്ള മാർക്കറ്റ് വിലയുടെ 4-5 ഇരട്ടിയാണ് അവർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ദേശീയ ഹൈവേ, നാഷണൽ ഹൈവേക്ക് സ്ഥലമെടുക്കുന്നതിന് മണ്ണെണ്ണപ്പാട്ടയായിട്ട് നിന്നല്ലോ നമ്മുടെ വടക്കൻ ജില്ലകളിൽ പലയിടത്തും. ഇപ്പോൾ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു. എന്നാൽ ഈ നിയമം വന്നതിന് ശേഷം ആരെങ്കിലും ആത്മഹത്യ ചെയ്തോ? എല്ലാവർക്കും കോടിക്കണക്കിന് രൂപയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് കണ്ടു. നാട്ടിക ഫർക്കയിൽ 2000-ലധികം കോടി രൂപയാണ് ആ ഹൈവേയുടെ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുത്തത് കൊടുത്തത്. അത് ഓരോ സ്ഥലത്തും അതുപോലെയാണ് നടക്കുന്നത്. അതുകൊണ്ട് കേരളിന് ഭൂമി എടുക്കുന്നതിൻ്റെ പേരിൽ ഒരാളിനും പുനരധിവാസമില്ലാതിരിക്കുകയോ നഷ്ടപരിഹാരം ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. ഇന്നും നിയമസഭയിൽ അതിൻ്റെ ഓപ്ഷൻസ് എന്താണെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി.
മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയുണ്ടായി കേരളിന് വേറൊരു ബദലില്ല. അപ്പം നേരത്തെ അങ്ങ് പറഞ്ഞു ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു പിടിവാശി എന്നുള്ള രീതിയിൽ ഒരു ബദലില്ല എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ അതൊരു ആശങ്ക വരുന്നൊരു ബദലില്ല എന്നത് ശരിയാണ്. 200 കിലോമീറ്റർ വേഗതയിൽ ഓടിയാൻ ഈ കേരളത്തിലെ റെയിൽ പാതയിൽ കൂടി പറ്റുമോ? ഇവിടെ രാജധാനി എത്ര കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നത്? നമ്മുടെ പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ എത്ര കിലോമീറ്ററിലാണ് അത് ഓടുന്നത്, വേഗതയിലാണ് ഓടുന്നത്? അല്ല, പാലക്കാടല്ല, ഇപ്പോൾ ഈ ഇപ്പുറത്തൂടെയാണല്ലോ പോകുന്നത്. മംഗലാപുരം കഴിഞ്ഞാൽ അത് വളരെ പിന്നെ മഴക്കാലത്തൊക്കെ ഓടാൻ പ്രയാസമുള്ള പാതയാണ്. എന്നാലും എത്രയാണ് കിലോമീറ്റർ വേഗത അതിൻ്റെ? മറ്റു ട്രെയിനുകൾ കേരളം വിട്ടാൽ വളരെ വലിയ വേഗതയിലാണ് പലതും എക്സ്പ്രസ് ട്രെയിനുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ റെയിൽപാതയിൽ കൂടി അത് അസാധ്യമാണ്. അതേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അല്ലാതെ നേരത്തെ അങ്ങ് പറഞ്ഞു ഈ സാമൂഹ്യ ആഘാത പഠനം, പ്രകൃതി ആഘാത പഠനം, ഈ കേരളയുമായി ബന്ധപ്പെട്ട് ഈ 2 പഠനങ്ങളും അതിൽ പറയുന്ന റിപ്പോർട്ട് പ്രതികൂലമാണെങ്കിൽ CPI ഈ പദ്ധതിയെ പിന്തുണയ്ക്കുമോ? ഇല്ല, അത് പ്രതികൂലമാകുന്ന പ്രശ്നമില്ല. എത്ര പേർക്കും നഷ്ടമുണ്ടാകുന്നു, അതാണ് സാമൂഹ്യാഘാത പഠനം. എത്ര പേരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു, അവരെ പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചാൽ പിന്നെന്താ പ്രശ്നം? ഞാൻ 217/1 സർവേ നമ്പറിൽ മാത്രമേ ജീവിക്കൂ എന്ന നിർബന്ധമില്ലല്ലോ, നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ, അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് പരിഹാരമുണ്ടെങ്കിൽ, അവരുടെ വീട് പോകുന്നത് പുനർനിർമ്മിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്തിനാ 217/1 കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, അത് യുക്തിപരമായി അതിന് മറുപടി പറയണം. അതാണ് ഇതിനകത്ത് സ്ഥിതി. അപ്പം അതുകൊണ്ട് അവരെ പുനരധിവസിക്കാനും അർപ്പിക്കാനും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനും എല്ലാം ഈ നിയമം പറയുന്നുണ്ട്. ഞങ്ങളുടെ കരുനാഗപ്പള്ളിയിലെ ഒരു ഓഫീസ്, അതിൻ്റെ മുൻവശത്തൂടെ ഒരു ദേശീയപാത പോകുന്നു. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നത് 82 ലക്ഷം രൂപയാണ്. ഞങ്ങൾ പുറത്തൊരു പുറകോട്ടിറക്കി ഒരു ഓഫീസ് പണിയാൻ തുടങ്ങി. അതുപോലെ പലരും. അതാണ് ഇന്ന് ഈ ലാൻഡ് അക്വിസിഷൻ 2013 ലാൻഡ് അക്വിസിഷൻ നിയമം അനുസരിച്ച് അവർക്ക് പുനരധിവാസവും ഒക്കെ അത് പഴയ കാലത്തെ പോലെയല്ല. പണ്ട് ഇതിൽ പൊന്നും വില നിയമമൊന്നായിരുന്നു. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ പൊന്നും വിലയായത്. കഴിഞ്ഞ ഇലക്ഷനിൽ ചരിത്രപരമായ ഒരു വിജയം ഇടതുമുന്നണിക്ക് ലഭിച്ചത്. 2ാം തവണയും ഇടതുമുന്നണി അധികാരത്തിലേറി. മറിച്ച് UDFിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. UDFിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷി മുസ്ലിം ലീഗ് ഒരു 10 വർഷത്തോളം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ ചൂടായ ഒരു ചർച്ച നടക്കുന്നത്, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയും KT ജലീലും കൂടിക്കാഴ്ച നടത്തുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയെ പ്രകീർത്തിച്ച് തോമസ് ഐസക്ക് പോസ്റ്റ് ഇടുന്നു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ലീഗ് LDFിലേക്ക് വരാനുള്ളൊരു സന്നദ്ധത അല്ലെങ്കിൽ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ CPI അതിനെ എതിർക്കും? ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം വ്യക്തിപരമായ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെടുന്നതല്ല. ഞങ്ങളൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയമായി നടക്കുമ്പോഴും എല്ലാ പാർട്ടികളിലും വളരെ ഉള്ള നേതാക്കന്മാരുമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്ന് മതതീവ്രവാദത്തിനും മതരാഷ്ട്രവാദത്തിനുമെതിരായി നമ്മൾ സമരം ചെയ്യുന്നത് മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ആ മതനിരപേക്ഷ സങ്കല്പങ്ങൾക്ക് വെള്ളം ചേർക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. അപ്പോൾ ഹിന്ദു തീവ്രവാദത്തെ എതിർക്കുന്നത് മുസ്ലിം തീവ്രവാദം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല, അത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുക എന്നതല്ലാതെ മറ്റേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം കൂടിച്ചേരുക എന്ന ഒരു സങ്കല്പം LDFിനില്ല. ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ CPI എതിർക്കും? അതൊക്കെ അവർ പ്രകടിപ്പിക്കട്ടെ. നമ്മൾക്ക് സങ്കല്പങ്ങളുടെ
അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിൽ ചോദ്യത്തിനും ഉത്തരത്തിനും വലിയ സ്ഥാനമില്ല. പലപ്പോഴും നമ്മുടെ മുൻ DGPമാരൊക്കെ അവർ റിട്ടയർമെന്റിന്റെ ഒരു സമയത്ത് പറയാറുണ്ട്, കേരളത്തിൽ തീവ്രവാദ സാന്നിധ്യമുണ്ട്, IS സാന്നിധ്യമുണ്ട്. പല അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പല തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു അന്വേഷണം പലപ്പോഴും ചെന്നെത്തുന്നത് കേരളത്തിലാണ്. ശ്രീലങ്കയിൽ 2019 നടന്ന ഈസ്റ്റർ സ്ഫോടനത്തിന്റെ അന്വേഷണം നമുക്കറിയാം. ഏറ്റവും ഒടുവിലായി അഹമ്മദാബാദ് ആ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 3 മലയാളി യുവാക്കളെയാണ് ശിക്ഷിക്കപ്പെട്ടത്. ഈ കേരളത്തിൽ ഈ ഒരു തീവ്രവാദ സാന്നിധ്യം വളരുന്നുവെന്ന് അന്താരാഷ്ട്ര ഏജൻസികളും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഒരു മുന്നറിയിപ്പ് തന്നിട്ടും ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് അതിനോടൊരു നിസ്സംഗത പുലർത്തുന്നുണ്ടെന്ന് അങ്ങേക്ക് തോന്നുന്നു? ഇല്ല, നമ്മളൊരിക്കലും അങ്ങനെ LDF അധികാരത്തിലിരിക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ പല കേസുകളും അതിലെ പ്രധാന പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തത് ഓരോ കേസുകളെടുത്ത് നോക്കിയാൽ അറിയാം LDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അത് ശരിയോ തെറ്റോ എന്നല്ല, അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിന് പോലീസ് നിർദ്ദേശം നൽകിയാൽ അതിനകത്ത് ഒരു രാഷ്ട്രീയ നേതൃത്വവും ഇടപെടാറില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പലരും വർഷങ്ങളോളം ഇപ്പോൾ ജയിലിലൊക്കെയാണ്. പക്ഷേ അത് തീവ്രവാദം സംബന്ധിച്ചുള്ള നിലപാടുകൾക്ക് നടപടി സ്വീകരിക്കേണ്ടത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും കേന്ദ്ര ഗവൺമെൻറ്റുമാണ്. നിങ്ങളാരും പറയുന്നില്ലല്ലോ NIA ചാർജ് ചെയ്ത കേസ് എറണാകുളത്ത് വിട്ടുപോയില്ലേ? ആരുടെ കുഴപ്പം? ഞങ്ങളുടെ കുഴപ്പം. ഈ തീവ്രവാദത്തിനെതിരെ ശക്തമായി യുദ്ധം ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ അതിൻ്റെ NIA നടത്തിയ അന്വേഷണം വിട്ടുപോയല്ലോ. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ നിസ്സംഗത പാലിക്കുന്നത് കൊണ്ടല്ല, ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്ന് നിർബന്ധമുള്ള മുന്നണിയാണ് LDF. അങ്ങ് എന്നെക്കുറിച്ച് സൂചിപ്പിച്ചു. ചില കേസുകളിലൊക്കെ കേരള പോലീസ് കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് മുമ്പ് ചിലപ്പം NIA അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ ഏജൻസി, പ്രത്യേകിച്ച് തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിൽ അത് സംഭവിക്കുന്നത് നമ്മുടെ കേരള പോലീസ് സേനയിൽ ഒരു തീവ്രവാദ സ്വാധീനമുള്ളവർ കടന്നുകൂടുന്നു. അങ്ങനെയല്ല, തീവ്രവാദം സംബന്ധിച്ചുള്ള കേസുകൾ നമ്മൾ അന്വേഷിച്ച് തുടങ്ങുമ്പോൾ തന്നെ NIA എടുത്തുകൊണ്ട് പോകും. പിന്നെ അവരാണ് അന്വേഷിക്കുന്നത്. പിന്നെ എന്താ സംഭവിക്കുക നമുക്കറിയത്തില്ല. ചിലപ്പോൾ പാവപ്പെട്ട ആളുകളെ പ്രതികളാക്കും, അവർ മാസങ്ങളോളം ജയിലിൽ കിടക്കും. ഈ കരിനിയമങ്ങൾ ധാരാളം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. അത് മനുഷ്യാവകാശ ലംഘനമാണ്. അതിനെതിരെയുള്ള ഒരു നിലപാടാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് ഉള്ളത്. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഒരു മുസ്ലിം തീവ്രവാദത്തോട് ഒരു കോംപ്രമൈസ് ഒരിക്കലും LDF ഞങ്ങൾ ഒരിക്കലും തീവ്രവാദത്തോട് സന്ധി ചെയ്തിട്ടില്ല, LDF ചെയ്തിട്ടില്ല. മുസ്ലിങ്ങൾ LDFൻ്റെ ശത്രുക്കളല്ല. മതന്യൂനപക്ഷങ്ങൾക്ക് നൽകേണ്ട എല്ലാ സംരക്ഷണവും ഏതാണ്ട് ഭൂരിപക്ഷത്തോടടുക്കുന്ന ജനവിഭാഗങ്ങൾ മതന്യൂനപക്ഷങ്ങളാണ് കേരളത്തിലുള്ളത്. അവർക്ക് ഭരണഘടനാനുസൃതമായി നൽകുന്ന സംരക്ഷണങ്ങൾ നൽകണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. അതൊക്കെ മതം, ആരാധനാ സ്വാതന്ത്ര്യം നൽകണം, മതസ്വാതന്ത്ര്യം നൽകണം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഈ ഭരണഘടന അനുവദിക്കുന്നുണ്ട്, അത് അനുവദിക്കണം. ഇതാണ് മുസ്ലിം, ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളോട് CPIക്കുള്ള നിലപാട്. പക്ഷേ അതിൻ്റെ അർത്ഥം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കണം എന്നല്ല. തീവ്രവാദത്തെ നമ്മളൊരിക്കലും പ്രോത്സാഹിപ്പിക്കാറുമില്ല. തീവ്രവാദം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങ് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പലപ്പോഴും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ സമുദായം ഒരു ആശങ്കയിലാണ്. പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ ഒരു വിതരണം നമുക്കറിയാം 80-20, അതോടൊപ്പം ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ, അതോടൊപ്പം നമുക്കറിയാം മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്ന ആ ഒരു ആനുകൂല്യങ്ങളുടെ ഒരു കാര്യത്തിൽ ന്യൂനപക്ഷങ്ങളിലെ തന്നെ ഭൂരിപക്ഷ സമുദായത്തിന് ആനുകൂല്യങ്ങൾ അവർക്കൊരു എക്സ്ട്രാ ഒരു പരിഗണന ഭരണകൂടം കൊടുക്കുന്നു എന്നൊരു ആശങ്ക ക്രൈസ്തവ സമുദായത്തിനിടയിൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ക്ലോസായി മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ വലിയൊരു വിഭാഗം ക്രൈസ്തവർ ഒരു BJPയുടെ ഒരു സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ ഒരു അനുകൂല ചായ്വ് പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവർ ഈ അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ അവരുടെ ഇടയിൽ ശക്തമാകുന്നത്? അത് കുറച്ച് ഈ 80-20 ഒക്കെ വന്നപ്പോൾ കുറച്ച് പ്രചരണങ്ങൾ അത് സംബന്ധിച്ച് ഉണ്ടായി. കേരളത്തിൽ ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാർ സംസ്ഥാന മുഖ്യമന്ത്രിക്ക്
ഒരു നിവേദനം സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവ സഭയിലെ അല്ലെങ്കിൽ അവരുടെ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ച് പഠിക്കാൻ ജസ്റ്റിസ് JB കോശി കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ 80-20 പ്രശ്നം അത് വരുന്നത് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട, ദേശീയ തലത്തിൽ നിയോഗിക്കപ്പെട്ട ഒരു കമ്മീഷൻ്റെ, ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മലപ്പുറം ജില്ലയിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സൗജന്യമായിട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ന്യൂനപക്ഷമായപ്പോഴാണ് അവർക്ക് വേണോ മറ്റുള്ളവർക്ക് വേണോ എന്നുള്ള തർക്കമുണ്ടായത്. അത് ഒരു വലിയ ദീർഘവീക്ഷണമില്ലാതെ കാലാകാലത്ത് വന്ന ഗവൺമെൻറ്റുകൾ അന്നേരത്തെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലരെയൊക്കെ കൂടെ ഇത് ആഡ് ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടായത്. അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം എന്ന അഭിപ്രായം ഈ മതമേലധ്യക്ഷന്മാർ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ ഭാഗമാകണം ഒരു പുതിയ നിയമനിർമ്മാണം അതിനുണ്ടാക്കിക്കൂടെ? അതിനെക്കുറിച്ച് നമുക്ക് പഠിച്ചിട്ട് ആ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കുക. അപ്പോൾ ആത്മാർത്ഥതയോടുകൂടിയാണ് ഗവൺമെൻറ് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുത്തത്. പിന്നെ ഈ കാര്യങ്ങൾക്കെല്ലാം ഉടനടി കോടതിയാണ് പരിഹാരം എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് പോകുന്നതിന് നമുക്കൊന്നും തെറ്റു പറയാൻ പറ്റില്ല. അവർ പോയി ചില വിധികളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മേലുള്ള തർക്കവും വഴക്കവുമാണ് ഇത് സംബന്ധിച്ച്. അത് ഈ രണ്ട് സമുദായങ്ങളെ അകറ്റാൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് ഒരു ന്യൂനപക്ഷ വിഭാഗം എന്നുള്ള നിലയിൽ അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കേരളത്തിൽ നൽകിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. എന്നാൽ അത് നമ്മുടെ എല്ലാം ഒരു ആത്മനിഷ്ഠമായ ധാരണ അനുസരിച്ച് വേണ്ട. ഒരു കമ്മീഷൻ അത് സംബന്ധിച്ച് ആധികാരികമായി പഠനം നടത്തട്ടെ, ആ കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് വരട്ടെ, അതിന് അടിസ്ഥാനത്തിൽ ആലോചിച്ചിട്ട് ചെയ്യാം എന്ന ഒരു വളരെ മെച്യൂർഡായിട്ടുള്ള സമീപനമാണ് ഗവൺമെൻറ് എടുത്തത്. അത് സഭാ മേലധ്യക്ഷന്മാർക്കും അറിയാം. ഈ പലപ്പോഴും ക്രൈസ്തവർ ഉന്നയിക്കുന്ന ഒരു ആശങ്ക, തങ്ങളുടെ ഒരു ജനസംഖ്യ കുറഞ്ഞു വരുന്നു, അപ്പോൾ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഭരണകൂടം അതുകൊണ്ട് അത്തരത്തിലൊരു വിവേചനം പുലർത്തുന്നു എന്നൊരു ആശങ്ക ക്രൈസ്തവ സമൂഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇല്ല, അതൊക്കെ ഇതിനകത്തുമൊക്കെ ധാരാളം മറ്റു ചില പരമ്പരാഗത മതവിശ്വാസത്തിന് പുറത്തുള്ള ധാരാളം ശക്തികൾ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലും ഉണ്ട്. അവരുടെ രാഷ്ട്രീയം എന്താണ്, അവരുടെ നിലപാടെന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുകയില്ല. അവരാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലത്തെയുള്ള ചർച്ചകൾ ഓപ്പൺ ചെയ്യുന്നതും അത് വായിച്ചാൽ അത് ശരിയല്ലേ എന്ന് തോന്നുമ്പോൾ നമ്മളതിന് ലൈക്ക് ചെയ്യുന്നതും. അവരുടെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇടതുപക്ഷം യാതൊരു തരത്തിലൊരു വിവേചനവും ക്രൈസ്തവ സമുദായത്തോട് ഒരിക്കലും ഇല്ല. കാരണം മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വേർതിരിക്കുന്നതിനോട് നമ്മളെതിരാണ്. അത് ക്രിസ്ത്യാനികളാണെങ്കിലും ക്രൈസ്തവ സമൂഹമാണെങ്കിലും മുസ്ലിം സമൂഹമാണെങ്കിലും. അപ്പോൾ പല പല കാരണങ്ങളാൽ ഇവർ രണ്ടു കൂട്ടരും താരതമ്യേന സമ്പന്നരാണ് കേരളത്തിൽ. അതാ മതത്തിൻ്റെ കുഴപ്പമല്ല, അവർ ജോലി ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർ ഉണ്ടാക്കിയതാണ്. നല്ല കൃഷിക്കാരാണ്, അതേപോലെ തന്നെ നല്ല വാണിജ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഇത് BJP പറയുന്നത് പോലെ എല്ലാം അവർക്കാണ് എന്ന് പറയുന്നത്, അങ്ങനെ ഒരു വിശ്വാസമൊന്നും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മറ്റൊരു കാര്യം സാർ, ഈ കഴിഞ്ഞ വർഷം വളരെയേറെ ഒരു വിവാദത്തിലായ ഒരു പരാമർശമായിരുന്നു നാർക്കോട്ടിക് ജിഹാദ് പരാമർശം പാലാ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ. താങ്കൾ അതിനോട് പ്രതികരണമായി പാലാ പിതാവ് മാപ്പ് പറയണമെന്നുള്ളൊരു പ്രതികരണമാണ് താങ്കൾ നടത്തിയത്. നമുക്കറിയാം പാലാ പിതാവ് സീറോ മലബാർ സഭയിൽ തന്നെ ഒരു സീനിയറായിട്ടുള്ള ഒരു പിതാവാണ്.
അതേ നടത്തിയ ഒരു പരാമർശത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് പിന്നീട് നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുവാൻ സാധിച്ചത്. ഒത്തിരിയേറെ ലഹരി വേട്ടകളും ഒക്കെ നടക്കുന്നു. അപ്പം പിതാവ് പറഞ്ഞ ആ ഒരു കാര്യത്തെ, ആ ഒരു സീരിയസ്നെസ്സിൽ ഭരണ നേതൃത്വം എടുക്കേണ്ടതായിരുന്നില്ലേ? അല്ല, പാലാ പിതാവ് വ്യക്തിപരമായി വളരെ സൗഹൃദമുള്ള ഒരു ആളാണ്. പക്ഷേ അദ്ദേഹത്തെ പോലെ ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുമ്പോൾ അത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രതികരണം എന്തായിരിക്കും എന്ന് അദ്ദേഹം ഒരു നിമിഷം ആലോചിക്കേണ്ടതായിരുന്നു. അത് ആലോചിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ആ പരാമർശനം നടത്തുമായിരുന്നില്ല. പ്രത്യേകിച്ച് ആ ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയല്ല. നമുക്കറിയാം, ഈ ഇടയ്ക്ക് പഞ്ചാബിൽ ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ വ്യക്തി തന്നെ പറയുകയുണ്ടായി, പഞ്ചാബിലെ യൂത്തിനെ നശിപ്പിക്കുക. നമുക്കറിയാം, പഞ്ചാബിൽ നിന്നാണ് ഒത്തിരിയേറെ പേർ ഇന്ത്യൻ സൈന്യത്തിലേക്ക് പോകുന്നത്. ആ യൂത്തിനെ നശിപ്പിക്കുവാനുള്ള ഒരു ജിഹാദി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് മയക്കുമരുന്ന് കടത്തുന്നത്. അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ അന്താരാഷ്ട്ര ഏജൻസികളും ഇത് സംബന്ധിച്ച് ആ ടെർമിനോളജി ബേസ് ചെയ്ത് പല റിപ്പോർട്ടുകളും. ഇന്ന് ലോകത്ത് ഏറ്റവും ആദായകരമായ ബിസിനസ് മയക്കുമരുന്നാണ്. ഈവൻ അമേരിക്ക പോലും അതിൻ്റെ പിടിയിലാണ്. മെക്സിക്കോയിൽ നിന്നാണ് പ്രധാനമായിട്ടും ചരക്കെത്തുന്നത്. അത് എവിടെ നിൽക്കും എന്ന് ഒരു പിടിയില്ല. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് എല്ലാ രാജ്യങ്ങളിലേക്കും ഈ മയക്കുമരുന്ന് വരുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ എന്തുമാത്രം കഞ്ചാവാണ്. ഇവിടെ അതിനുള്ള കഞ്ചാവൊന്നുമില്ല. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും നേപ്പാൾ വഴി ധാരാളം വരുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ ഒരു പഴയ രീതിയാണ്. ഇപ്പം പുതിയത് ഒരു കാര്യം സാർ, ഈ പല അന്വേഷണ ഏജൻസികളും ഇന്ത്യയിലേക്ക് വരുന്ന ഒരു മയക്കുമരുന്നിൻ്റെ റൂട്ട് പറയുന്നത് ഈ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ദെൻ ഇന്ത്യൻ തീരങ്ങളിലേക്ക് എത്തും. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിൽ അത് ഇപ്പം ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എവിടെയുണ്ട് ഇത്. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ മദ്യത്തിൻ്റെ വരുമാനം കുറഞ്ഞു. എന്തുകൊണ്ടാണ്? മദ്യത്തിൻ്റെ വരുമാനം കുറഞ്ഞ മദ്യത്തിനേക്കാൾ കൂടുതൽ കിക്കുള്ള സാധനം എന്തോ ആളുകളുടെ കൈവശമുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇത് കുറഞ്ഞ്. ഇതിന് കള്ളു കുടിച്ചിട്ട് എന്താ കാര്യം? അതെന്ത് സാധനമാണ്? ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന സംഗതിയാണ്. അത് എല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു വേറെ ഇറക്കാനുള്ളൊരു നടപടി ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പലപ്പോഴും അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു കണ്ണിയിലേക്ക് മാത്രമാണ് പലപ്പോഴും ഒരു അന്വേഷണം. അത് ബോധവൽക്കരണവും കർശനമായ നടപടികളും കൊണ്ട് മാത്രമേ അത് തീരുള്ളൂ. നമ്മുടെ വീടുകൾ നമുക്കതിൻ്റെ ജാഗ്രത പുലർത്തണം. നമ്മുടെ കുട്ടികൾ തനിയെ ഇരിക്കുമ്പോൾ എന്താണ് അവർ ചെയ്യുന്നത് എന്ന് നോക്കണം. അത് പോലീസിനും ഗവൺമെൻറ്റിനും മാത്രം ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ എക്സൈസിൻ്റെ മുന്നിൽ ഈ കുട്ടികൾ വരുന്നത് അവർ പിടിക്കുമ്പോഴായിരിക്കും. പക്ഷേ ഇവരെല്ലാം നമ്മുടെ വീട്ടിലുള്ളവരാണ്. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാതിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഇവർ പല വഴിയിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ അത് സമൂഹത്തിന് ആകെ ഒരു അവയർനെസ് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് മയക്കുമരുന്നൊരു വലിയ ഭീഷണിയായിട്ട് വരികയാണ്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ കയ്യിൽ നിന്നാണ് ഇത് പിടിച്ചത്. അപ്പോൾ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലായിട്ടല്ലോ. അറിയാവുന്നവർ തന്നെ ഇത് ചെയ്യുമ്പോൾ സമൂഹം അതിനെതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ ഗവൺമെൻറ്റും അതേപോലെ തന്നെ മറ്റ് സാമൂഹ്യ പ്രസ്ഥാനങ്ങളും എല്ലാം ചേർന്ന് ഉണ്ടാകണം. സാർ, നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു അക്രമ രാഷ്ട്രീയം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം തന്നെ തലശ്ശേരിയിൽ ഒരു CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ഈ ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പലപ്പോഴും CPI ഒരു തരത്തിലും ഒരു പ്രതിസ്ഥാനത്തേക്ക് വരുന്നില്ല. അത് വളരെ നല്ലൊരു സംസ്കാരം തന്നെയാണ്. ഈ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രവണത, ഒരു ടെൻഡൻസി നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ അവസാനിപ്പിക്കേണ്ട ഒരു സമയമായില്ലേ? ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരാണ് പറയുമ്പോൾ എല്ലാ മുഖ്യധാര പാർട്ടികളും. പക്ഷേ ഇത് സംഭവങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയ ശ്രദ്ധയും ചർച്ചയുമൊക്കെ മാറ്റിക്കൊണ്ടു പോകാൻ ചിലപ്പോൾ ഇത് സംഭവങ്ങളുണ്ടാകാറ്. അതുകൊണ്ട് കൊലപാതക രാഷ്ട്രീയത്തെ എതിർക്കുമ്പോഴും വീണ്ടും വീണ്ടും
എന്തുകൊണ്ട് കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു എന്ന കാര്യം. എന്തെല്ലാം കാര്യത്തിനാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളല്ല, അല്ലാത്ത കൊലപാതകങ്ങൾ നടക്കുന്നത്. കള്ളു പിടിച്ചുകൊണ്ടിരുന്നപ്പം വഴക്കുണ്ടായതിൻ്റെ പേരിൽ ആളിനെ കൊല്ലുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് സുഹൃത്തുക്കളായിരുന്നവരാണ്. എന്ന് പറഞ്ഞ പോലെ പൊതുപ്രവർത്തനത്തിൽ നാട്ടിൽ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുണ്ടെങ്കിലും ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന തൊഴിലാളികളെ പരസ്പരം കൊല ചെയ്യുന്നു. ഇതൊക്കെ ഒരു മനുഷ്യസ്നേഹത്തിൻ്റെ തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും അവരുടെ രാഷ്ട്രീയ ദർശനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാക്കി ഇത് മാറ്റുകയും അത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യണം. സാർ, നമ്മുടെ കേരള സമൂഹത്തിൽ ഈ ഒരു അടുത്ത കാലങ്ങളിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു വിഭാഗീയത എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരു വിഭാഗീയതയെക്കുറിച്ച് കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഇടത് വലത് മുന്നണികൾ പലപ്പോഴും കുറ്റം ആരോപിക്കുന്നത് തീവ്ര ഹിന്ദുത്വ ശക്തികൾക്ക് നേരെയാണ്. എങ്കിൽ പോലും ഈ തീവ്ര ഹിന്ദുത്വ ശക്തികളോടൊപ്പം തന്നെ ഈ മുസ്ലിം സമുദായത്തിലെ ചില തീവ്ര നിലപാടുകൾ അല്ലെങ്കിൽ തീവ്രവാദികൾ ഈ ഒരു വിഭാഗീയത സൃഷ്ടിക്കുന്നതിൽ ഒരു പരിധിവരെ കാരണമാകുന്നില്ലേ? അത് രാജ്യത്തിൻ്റെ പൊതു നിയമങ്ങൾക്കനുസൃതമായി വസ്ത്രധാരണവും മറ്റുള്ള കാര്യങ്ങളും മുന്നോട്ട് പോകണം. നമ്മളിപ്പോൾ ഈ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരാളിനെ നോക്കിയാൽ അയാളുടെ മതം അറിയാം എന്ന സാഹചര്യത്തിലാണ്. ഫ്രാൻസിലൊരു നിയമം ഉണ്ടായിരുന്നു, അതേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നിയമമാണ്. എല്ലാ വിഭാഗം ആളുകളുമുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ്. അവരെ റെയിൻബോ കൾച്ചർ എന്നാണ് ഫ്രാൻസിനെ കുറിച്ച് പറയുന്നത്. അവിടെ അവർ പറഞ്ഞത് ഈ വസ്ത്രധാരണം വഴി ഒരാളിൻ്റെ മതം തിരിച്ചറിയാൻ കഴിയരുത് എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. അതിനെതിരെ വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായി. പക്ഷേ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാനിപ്പം മുസ്ലിം രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെ വേണം എന്നൊന്നും ഒരിടത്തും ആരും പറയുന്നില്ല. ഇപ്പോൾ യൂറോപ്പിൻ്റെ അതിർത്തിയിലുള്ള ഒരു മുസ്ലിം രാജ്യമാണ് ടർക്കി. ടർക്കി പോയാൽ നിങ്ങൾക്ക് ഈ മുസ്ലിം വേഷവിധാനങ്ങളൊന്നും കാണാൻ പറ്റില്ല. അവരെല്ലാം യൂറോപ്യൻ ഡ്രസ്സ് ധരിച്ച് നടക്കുന്നവരാണ്. അവർ 3 നേരം മൂന്നോ നാലോ നേരം നിസ്കരിക്കുന്നവരുണ്ട്, പള്ളിയിൽ പോകുന്നവരുണ്ട്. പക്ഷേ അവരുടെ വേഷവിധാനം അതാണ്. ഒരു ശരിക്ക് മതനിരപേക്ഷമായൊരു സങ്കല്പം അതാണ്. എന്നാൽ ഈ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ നമ്മുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പലതും മതവിശ്വാസത്തിൻ്റെ ഭാഗമല്ല എന്നതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസീവായിട്ടുള്ള നിലപാട് എല്ലാ സമൂഹങ്ങൾക്കും വേണ്ടതാണ്. അതൊരു ഗവൺമെൻറ്റിന് ഉത്തരവിട്ട് മാത്രം അത് തീർക്കാൻ പറ്റില്ല. ഇപ്പോൾ ഹൈക്കോടതിയൊക്കെ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു യഥാർത്ഥ കാര്യമാണ്. പണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയില്ലായിരുന്നു നമ്മുടെ കൂടെ വരുന്ന ഇപ്പോൾ എല്ലാവർക്കും അറിയാം. സാർ, അവസാനമായ ഒരു ചോദ്യം. CPIയുടെ ഒരു പ്രധാന ശത്രു BJP ആണോ കോൺഗ്രസ് ആണോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല, BJP ആണ്. BJP ആണ് രാജ്യത്തിൻ്റെ മുഖ്യ ശത്രു. അതുകൊണ്ട് BJPയുടെ നിലപാടുകളെ നമ്മൾ ശക്തമായി എതിർക്കുന്നു. BJPയുടെ രാഷ്ട്രീയത്തിനെതിരെ എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെയും ഇടതുപക്ഷ ശക്തികളെയും ഒരുമിപ്പിക്കുക എന്നതാണ് CPIയുടെ രാഷ്ട്രീയ തന്ത്രം. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചുള്ള തൻ്റെ വ്യക്തവും ശക്തവുമായ നിലപാടുകളാണ് CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ പക്ഷം മറുപക്ഷം എന്ന പ്രോഗ്രാമിലൂടെ ഷെക്കേന ന്യൂസുമായി പങ്കുവച്ചത്. ശ്രീ കാനം രാജേന്ദ്രൻ, അങ്ങയുടെ വിലയേറിയ സമയം ഷെക്കേന ന്യൂസുമായി പങ്കുവച്ചതിന് അങ്ങേക്ക് പ്രത്യേകം നന്ദി. താങ്ക് യു.